ആദരണീയരായിട്ടുള്ള കാരണവന്മാർ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മളിന്നിവിടെ ഇത്തരത്തിലൊരു ഒരുമിച്ച് കൂടലിൻ്റെ ഉദ്ദേശം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്കറിയാം, ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി വീണ്ടും പ്രിയപ്പെട്ട രാജീവ് സാഹിബ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സ്വീകരണവും അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ, അതുപോലെ തന്നെ LSS USS, അതുപോലെ മദ്രസകളിൽ നടന്നിട്ടുള്ള പൊതുപരീക്ഷകളിലൊക്കെ തന്നെ ഉന്നത വിജയം നേടി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥിനികളെ നമ്മുടെ ഈ നാട് ഇന്ന് ആദരിക്കുകയാണ്. നമുക്കറിയാം, SSLC ആണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് ആ ഒരു ഉന്നതമായ വിജയം ആ വിദ്യാർത്ഥികൾ കൈവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ +2 ആണെങ്കിൽ 12 വർഷം പിന്നിട്ടു അവരുടെ ആ പ്രയത്നം. അതേപോലെ തന്നെ LSS ആണെങ്കിലും USS ആണെങ്കിലും ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിജയം കൈവരിക്കണമെങ്കിൽ വലിയ മുന്നൊരുക്കവും അതുപോലെ തന്നെ കഠിന പ്രയത്നവും നടത്തിയാൽ മാത്രമേ ആ വിജയം നേടിയെടുക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം, അതുപോലെ തന്നെ മദ്രസ പൊതുപരീക്ഷയിലാണെങ്കിലും നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നല്ല മാർക്കോട് കൂടിയിട്ട് വിജയിച്ച വിദ്യാർത്ഥികളെ നമ്മളിവിടെ അനുമോദിക്കുന്നുണ്ട്. കാരണം അവർ മറ്റു വിദ്യാർത്ഥികളോടൊപ്പം മത്സരിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു വലിയ മത്സര പരീക്ഷകളിലാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. ആ പരീക്ഷകളിൽ അവർക്ക് അത്തരത്തിലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അവരുടെ കഠിനമായിട്ടുള്ള പ്രയത്നവും അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ അവരെ അനുമോദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വമാണ് നമ്മളിവിടെ നിർവഹിക്കാൻ പോകുന്നത്. ഈ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, SSLC കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു പരീക്ഷയാണ്, പൊതുപരീക്ഷയാണ് നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന പരീക്ഷകളും നിങ്ങൾക്ക് അതിലുപരി അതിനേക്കാൾ കൂടുതൽ കഠിനമായ രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയൂ. ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബേസ്മെന്റാണ്. ആ ബേസ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്ക് ഇനി വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ SSLC എന്ന് പറയുന്നതും +2 എന്ന് പറയുന്നതും ഒക്കെ തന്നെ സാർവത്രികമായി മാറിയിട്ടുണ്ട്. ഡിഗ്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ ഡിഗ്രി ഹോൾഡർമാർ തൊഴിൽരഹിതരായിട്ടും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾക്കൊരു ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ്, ആ തിരഞ്ഞെടുക്കുന്നതിലാണ് നമ്മൾ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോകുന്ന കോഴ്സുകളോ തിരഞ്ഞെടുക്കുന്നതിന് പകരം നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആ
രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് എല്ലാവിധ പിന്തുണയും സർവോപ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒക്കെ തന്നെ ഉണ്ടാകും. നമ്മളൊരു മറ്റ് പരാധീനതകൾ കൊണ്ട് അത് നമുക്ക് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും ഇനി മുകളിലേക്കുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ആ കോഴ്സുകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴോ നിങ്ങൾ കൃത്യമായിട്ടൊരു നിങ്ങൾ ലക്ഷ്യം നിങ്ങൾ മുമ്പിൽ കണ്ടെത്തിയിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഏതാനും നിമിഷങ്ങളിലൂടെ എത്തിച്ചു. അദ്ദേഹം ഇന്ന് പെരിന്തൽമണ്ണയിൽ വലിയ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പൊ അതിൽ പങ്കെടുത്ത ചില കുട്ടികളോട് എത്തിയിട്ടുണ്ട്.